നമസ്കാരം. ഗൾഫ് കോട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലീഗൽ സെല്ലിനെ കുറിച്ചാണ്. അതിനായി നമുക്ക് നമ്മുടെ നിയമോപദേശകൻ അഡ്വക്കേറ്റ് അജി കുര്യാക്കോസിനെ സ്വാഗതം ചെയ്യാം. സ്വാഗതം. നമസ്കാരം. വക്കീലെ, എന്താണ് ലീഗൽ സെൽ? സൗജന്യ നിയമസഹായ വേദി. അത് പൊതുവെ നിയമസഹായം വളരെ എക്സ്പെൻസീവാണ്. നിയമം എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവാണ്. നിയമത്തിനെ പഠിക്കുന്നതും ഒപ്പം തന്നെ നിയമത്തിന് വേണ്ടി പോരാടുന്നതും വളരെ എക്സ്പെൻസീവാണ്. അതിവിടെ മാത്രമല്ല, ആഗോളതലത്തിൽ അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ചും യു എയിലും പ്രത്യേകിച്ച് നോക്കുമ്പോൾ അതും വളരെ എക്സ്പെൻസീവാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മളിവിടെ ജോലി ചെയ്യാൻ വരുന്നു, ഇവിടുത്തെ അഭിഭാഷകരാണ് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പം ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ ഞാൻ നാട്ടിലൊരു അഭിഭാഷകനാണ്. ഇവിടെ എൻ്റെ പണി എന്ന് പറയുന്നത് നിയമസഹായം അല്ലെങ്കിൽ നിയമ ഉപദേശം കൊടുക്കുന്ന നിയമോപദേശകൻ എന്നാണ് പേര്. അല്ലാതെ ആരും ഇവിടെ അഭിഭാഷകരായിട്ടൊന്നുമില്ല. എല്ലാവരും അഭിഭാഷകരാന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിലും കോടതിയിൽ പോകാൻ കഴിവുണ്ടാവുമായിരിക്കാം. പക്ഷേ ഇവിടുത്തെ നിയമത്തിനനുസരിച്ച് കോടതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നാഷണാലിറ്റി ലോക്കലായിട്ടുള്ള ആൾക്കാർക്കും പിന്നെ കുറച്ച് എക്സ്പാട്രിയേറ്റ്സിന്, അതും അറബിക് സ്പീക്കിംഗ് കൺട്രീസിൽ നിന്ന് വരുന്ന എക്സ്പാട്രിയേറ്റ്സിന് കുറച്ച് പേർക്ക് മുമ്പ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ ലോക്കൽ ലോയേഴ്സിന് മാത്രമാണ് അതിനുള്ള അനുമതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ നമുക്ക് യു എനെ കുറിച്ച് നമുക്ക് ജനറലി പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ മലയാളികളുള്ള സ്ഥലത്ത് കേസിൽ ഉൾപ്പെടുന്നതും കേസിൽ അകപ്പെടുന്നതും മലയാളികൾ തന്നെയായിരിക്കും കൂടുതലും. അപ്പം ഇപ്പോൾ ഒരു മലയാളിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവൻ ഒരു അഭിഭാഷകനെ സമീപിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അഭിഭാഷകനെ സമീപിക്കുമ്പോൾ ഇവിടുത്തെ ചാർജസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു 1000 രൂപ ഒരു വക്കീലിന് കൊടുക്കണം, അല്ലെങ്കിൽ 2000 രൂപ കൊടുക്കണം എന്ന് പറയുന്നു. അത് തന്നെയാണ് ഇവിടെ. 2000 ദിറംസ് കൊടുക്കണം, 1000 ദിറംസ് കൊടുക്കണം. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ശമ്പളവും നമ്മളിവിടെ നിന്ന് നമുക്കിവിടെ ജീവിക്കാനുള്ള വരുമാനമൊക്കെ ജീവിക്കാനുള്ള ചിലവുകളൊക്കെ കഴിച്ചു കഴിയുമ്പോൾ ഈ വക്കീലിനോ അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് പിന്നെയും കുറേ കൂടി ചീപ്പാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതലൊരു എക്സ്പെൻസീവായിട്ട് വരുന്നത് അഭിഭാഷകരുടെ കാര്യത്തിലാണ്. കാരണം പല കാര്യങ്ങളുണ്ട്. ഒന്ന്, കേസിൽ ഉൾപ്പെടുന്ന വ്യക്തി, ഇപ്പം ഒരു അഭിഭാഷകൻ അവന് നിശ്ചയിക്കുന്ന ഫീസാണ്, അവനാണ് നിശ്ചയിക്കുന്ന ഫീസ് എത്രയാണെന്നുള്ളത്. അപ്പോൾ അവിടെ ഒരു പ്രത്യേകിച്ച് ഫിക്സഡ് ആയിട്ടുള്ള ചാർജ് ഒന്നുമില്ല. പിന്നെ കേസിൽ ഉൾപ്പെട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ എങ്ങനെയായാലും അത് രക്ഷപ്പെട്ടേ പറ്റുള്ളൂ. അപ്പോൾ അവിടെ അവൻ കേസ് ഏൽപ്പിക്കാൻ നിർബന്ധിതനാവാണ്. ഒരു ഉദാഹരണത്തിന് ഒരു ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്ന ഒരു രോഗി, അറ്റാക്ക് ഉണ്ട് അല്ലെങ്കിൽ ബ്ലോക്ക് കണ്ട രോഗി പറയുന്നു, ഇവിടെ നിങ്ങൾ ഇന്ന ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തിക്കോളൂ, അതിനിപ്പോൾ ഇവിടുത്തെ ഒരു 10,000 ദിറംസ് ചിലവ് വരും. ഉടൻ തന്നെ രോഗി നേരെ നാട്ടിലത്തെ പൈസ കണക്കാക്കി, ഇപ്പോൾ ഇന്നിപ്പോൾ 14 രൂപ 20 പൈസയൊക്കെയാണ് ഇപ്പോൾ. അപ്പോൾ കണക്കാക്കി കഴിയുമ്പോൾ അത്രയും സംഖ്യ വരും. അപ്പോൾ എന്ത് ചെയ്യും? ഇവൻ നേരെ നാട്ടിലേക്ക് വിളിച്ചു ചോദിക്കും, അവിടെ എത്ര ഓപ്പറേഷൻ വരുന്നത്? ഇവിടെ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇത് ശരിയാക്കാം, എൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ശരിയാക്കി, എൻജിയോപ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാക്കാമെന്ന് പറ്റും. അപ്പോൾ ഉടൻ തന്നെ അടുത്ത ഫ്ലൈറ്റ് കയറുന്നു, നാട്ടിലേക്ക് പോകുന്നു. പക്ഷേ ഒരു ചെക്ക് കേസിൽ പെട്ടൊരു വ്യക്തി അവൻ ഇവിടെ വന്ന് വക്കീലിനോട് ചോദിക്കും, എത്രയാണ് കേസിന് ചാർജ്? ഒരു 10,000 ദിറംസ് വരും ചാർജിന്. ഇവിടെ 10,000 ദിറംസ് വരുമല്ലേ? നാട്ടിലേക്ക് വിളിച്ചു ചോദിച്ചിട്ട് അവിടെ പോയിട്ട് കേസ് നടത്താൻ പറ്റില്ല, ബിക്കോസ് കോസ് ഓഫ് ആക്ഷൻ ഇവിടെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവൻ കമ്പൽഡ് ടു പേ ദ മണി. അപ്പോൾ അങ്ങനെ വരുന്ന അവസരത്തിൽ അവിടെയാണ് ഈ നിയമസഹായ സെല്ലിൻ്റെ പ്രത്യേകത നമ്മൾ കണ്ടുപിടുത്തേണ്ടത്. പല ആളുകൾക്കും ഇപ്പോൾ അതൊന്ന് ലേബർ കേസ് ഒരു ഉദാഹരണത്തിന് ലേബർ കേസ് നടത്താനായിട്ട് കോടതി പോകണം, അറബിയിലാണ് പറയുന്നത്. അപ്പോൾ ഒരു അഭിഭാഷകന്റെ സഹായം ഇല്ലാതെ പറ്റില്ല. അപ്പോൾ അവന് മിനിമം ലെവലിലൊരു അഭിഭാഷകൻ ഷാർജയിലും ദുബായിലും ഒക്കെ കേസ് നടത്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മിനിമം ലെവലിൽ 7,500 ദിറംസെങ്കിലും ഫീസ് കൊടുക്കണം. ഏറ്റവും കുറഞ്ഞ ലെവലാണ് ഞാൻ പറഞ്ഞത്. ഹൈ എൻഡ് ഒക്കെ വക്കീലന്മാരുണ്ടാവുമായിരിക്കും. ഞാൻ പറഞ്ഞു ഞാനൊരു ലീഗൽ അഡ്വൈസറും ഞാനൊരു ഫേമിൽ ജോലി ചെയ്യുന്ന കാരണം കൊണ്ട് ഞാനൊക്കെ വാങ്ങിക്കുന്ന റേറ്റിനെ കുറിച്ചപ്പോൾ ഞാൻ പറയുന്നത്. എനിക്ക് വേറെ മറ്റു മാർഗ്ഗങ്ങളില്ല. കാരണം ഇത് ഒരു സ്ഥാപനത്തിൽ അതിൻ്റേതായ ഒരു നോംസ് ഉണ്ട്, അതിനൊരു ഫീസ് ഉണ്ട്, അത് വാങ്ങിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പൈസ ഉള്ളതുകൊണ്ട്, ഇങ്ങനെ പൈസ കൊടുക്കേണ്ടത് കൊണ്ടും, ഇപ്പോൾ ഒരു തൊഴിലാളിക്ക് അവന് കിട്ടാൻ പോകുന്നത് 12,000, 12,500 രൂപ അല്ലെങ്കിൽ 13,000 അല്ലെങ്കിൽ 20,000 രൂപയ്ക്കാണ് എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ്സ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. ഒരു ലേബർ കേസ് നടത്താൻ അവന് 7,500 രൂപ വക്കീലിന് കൊടുക്കണം. അപ്പോൾ അവൻ എന്ത് ചെയ്യും? ആലോചിച്ച് നോക്കുമ്പോൾ 7,500 രൂപ വക്കീലിന് കൊടുക്കണം. ആകെ കൂടി കിട്ടാനുള്ളത് 12,000 രൂപയാണ്. അപ്പോൾ ആ 7,500 രൂപ കഴിച്ച് ബാക്കിയുള്ള സംഖ്യ കമ്പനിയിൽ നിന്ന് വാങ്ങിക്കുക, എന്നിട്ട് സെറ്റിൽ ചെയ്തിട്ട് അവനങ്ങ് പോവുക. ഇതാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. അപ്പോൾ കിട്ടാനുള്ള ആനുകൂല്യം പോലും ത്യജിക്കേണ്ടി വരുന്ന മലയാളികൾ, അങ്ങനെയുള്ള മലയാളികൾക്ക് വേണ്ടിയിട്ടാണ്, അങ്ങനെയുള്ള ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ പ്രപ്പോസൽ കൊണ്ടുവന്നത്. അതിൻ്റെ പേര് പ്രവാസി ലീഗൽ എയ്ഡ് സെൽ എന്നൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. കഴിഞ്ഞ വർഷത്തെ മന്ത്രിസഭയിൽ
മിനിസ്റ്റർ തോമസ് ഐസക് ആയിരുന്നു അന്നത്തെ മിനിസ്റ്റർ. അപ്പോൾ ആ ബഡ്ജറ്റിനകത്ത് നിയമവകുപ്പ് ആളല്ലായിരുന്നു കൈകാര്യം ചെയ്യുന്നത്, പക്ഷേ ഈ മറ്റേ ഫൈനാൻസ് മിനിസ്റ്റർ ആളായിരുന്നു. അപ്പോൾ അതിനകത്ത് 2 കോടി രൂപ ഇതിനു വേണ്ടിയിട്ട് നീക്കി വയ്ക്കുക എന്നുള്ള സന്തോഷ വാർത്ത കൂടി ഉണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ ഭാഗ്യക്കേട് കൊണ്ടോ നിർഭാഗ്യക്കേട് കൊണ്ടോ, ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ അതൊന്നും പറയാൻ കഴിയില്ല. എന്തായിരുന്നാലും അത് ആ മന്ത്രിസഭ മാറി പുതിയ മന്ത്രിസഭ വന്നു. അപ്പോൾ ഇതുവരെ എത്തിയിരിക്കുന്ന സംഭവം. അപ്പോൾ എന്താണ് പ്രവാസി ലീഗൽ എയ്ഡ് സെൽ? ഇനി അതിനെക്കുറിച്ച് ഞാൻ ഉദ്ദേശിച്ച ഇത് പറയാം. പ്രപ്പോസൽ അതെന്തായിരുന്നു? നാട്ടിൽ എല്ലാ ജില്ലകളിലും ഒരു ഓഫീസ്, ആ ഓഫീസിലാണ് നമുക്ക് ഇതിൻ്റെ ലിങ്ക്. പിന്നെ ഇവിടെ ഒരു ലോക്കൽ അറബി ഹെഡ് ചെയ്യുന്ന ഒരു ഓഫീസ്, അത് എല്ലാ എമിറേറ്റ്സിലും അതിൻ്റെ ഓരോ ബ്രാഞ്ച്, അവിടെയാണ് നമ്മുടെ ഇവിടുത്തെ ലിങ്ക്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ മീഡിയേറ്ററായിട്ട് ഇവിടുത്തെ കോൺസുലേറ്റിൽ നിന്നുള്ള ഒരു 2 or 3 തിരഞ്ഞെടുക്കപ്പെട്ട അഭിഭാഷകർ, അതായത് ലീഗൽ അഡ്വൈസേഴ്സ്, അഭിഭാഷകർ എന്ന് പറഞ്ഞുകൂടാ, മലയാളികളും അല്ലെങ്കിൽ ഇന്ത്യക്കാരുമായിട്ടുള്ള ഒരു ഗ്രൂപ്പ്, ഒരു പാനൽ ഓഫ് ലീഗൽ അഡ്വൈസേഴ്സ്. അപ്പോൾ അങ്ങനെ 3 കാറ്റഗറിയാണുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നമുക്കിപ്പോൾ ഒരു പരാതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ കോൺസുലേറ്റിൽ പോകുന്നു. കോൺസുലേറ്റ് അത് ഈ പാനൽ ഓഫ് അഡ്വക്കേറ്റ്സിനെ അല്ലെങ്കിൽ ലീഗൽ അഡ്വൈസേഴ്സിന് വിടുന്നു. അവരത് സെലക്ട് ചെയ്തിട്ട് അവർ ചർച്ച ചെയ്യും ആരുമായിട്ട്, ഇതിലുള്ള ഓരോ അഭിഭാഷകരിലുള്ള ഓരോ ഓഫീസുണ്ടല്ലോ അവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് എത്ര ഫീസ് എന്നുള്ളത് ഫിക്സ് ചെയ്യും. ഏറ്റവും മിനിമം ലെവലിലുള്ള ഫീസ് ഫിക്സ് ചെയ്യും. ഇനി അടുത്ത സ്റ്റെപ്പ്, ഇനീഷ്യലി ഒരു അഡ്വാൻസ് പേയ്മെൻറ്റ് ഈ പേയ്മെൻറ്റ് കൊടുക്കുന്നത് കോൺസുലേറ്റ് അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്വാൻസ് പേയ്മെൻറ്റ് ഈ ലോയർക്ക് കൊടുക്കുന്നു. ഈ ലോയർ കേസ് നടത്തുന്നു. ഈ കേസിൻ്റെ ഫോളോ അപ്പ് നടത്തുന്നതിന് ഈ സെല്ലിനാണ് അതിൻ്റെ റൈറ്റ്, അതിനുള്ള അധികാരം. അപ്പോൾ അവരത് ചോദിച്ച് ഫോളോ അപ്പ് ചെയ്ത് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഈ പരാതിക്കാരനോ അതല്ലെങ്കിൽ ഈ പ്രതിക്കോ കൊടുക്കും. അതിന് ഇത് കൊടുക്കുമ്പോൾ ഇത് ആദ്യം അത് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഇവൻ ഈ സഹായം ലഭിക്കുന്നതിന് അർഹനാണോ, സഹായം ലഭിക്കേണ്ട വ്യക്തിയാണോ എന്നുള്ളത് ശ്രദ്ധിക്കണം. അത് ഏതൊക്കെ കാറ്റഗറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നേരത്തെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചതെന്ന് തോന്നുന്നു. അതായത് ഒരു മദ്യപിച്ച് വാഹനം ഓടിച്ചൊരു വ്യക്തി, മദ്യപിച്ച് വാഹനം ഓടിച്ചൊരു വ്യക്തിക്ക് അപകടം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് സഹായം കൊടുക്കാൻ ഈ നിയമസഹായ സമിതിക്ക് അധികാരമില്ല. കാരണം അത് അവൻ വരുത്തി വെച്ചതാണ്. അത് ഇന്നവിറ്റബിൾ ആയിരുന്നു, ഒഴിവാക്കാൻ പറ്റാവുന്ന കേസുകളാണ്. ഒഴിവാക്കാൻ പറ്റാത്ത കേസുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു വാഹനം ഓടിക്കുന്നു. വാഹനം ഓടിച്ചിട്ട് വാഹനത്തിന് ഈ വാഹനത്തിൻ്റെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഡ്രൈവറാണ്, അവൻ വാഹനം ഓടിക്കാൻ കമ്പൽഡാണ്. പക്ഷേ ഈ കമ്പനിക്ക് ഈ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് തീർന്നു പോയിട്ടുണ്ടാവും. അങ്ങനെ വാഹനം ഓടിക്കുമ്പോൾ എന്തെങ്കിലും ഒരു അപകടം പറ്റി, അവൻ ഇന്നസെൻ്റ് ആണ്, പക്ഷെ അവന് യാതൊരു നിവൃത്തിയില്ല, അവന് ജോലി നഷ്ടപ്പെടും.